ഫുട്ബോൾ എന്നാൽ വെറുമൊരു കളിയല്ല, ചിലർക്കത് ശ്വാസമാണ്, മറ്റു ചിലർക്ക് അതിർത്തികൾക്കപ്പുറമുള്ള യുദ്ധമാണ്. ഫിഫ ലോകകപ്പ് പോരാട്ടച്ചൂട് അതിൻ്റെ പരകോടിയിലേക്ക് എത്തി നിൽക്കുന്നു. വിശ്വകിരീടത്തിൽ ആര് മുത്തമിടുമെന്നറിയാൻ ഇനി വെറും 7 നാളുകൾ മാത്രമാണുള്ളത്. സ്പെയിനും ഫ്രാൻസും ഒരു വശത്ത് പോരിനിറങ്ങുമ്പോൾ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഇമവെട്ടാതെ നോക്കുന്നത് ഒരൊറ്റ പോരാട്ടത്തിലേക്കാണ്: അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട്. വെറുമൊരു സെമി ഫൈനൽ മത്സരമല്ലിത്. ചതിയുടെ, പകയുടെ, രാഷ്ട്രീയത്തിൻ്റെ, പ്രതികാരത്തിൻ്റെ കണക്കുകൾ തീർക്കാൻ 2 കളിത്തട്ടുകൾ ഒന്നിക്കുന്ന മഹാപോരാട്ടമാണ്. 1/4 നൂറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിന് ശേഷം ലോകകപ്പ് വേദിയിൽ ഈ ചിരവൈരികൾ നേർക്കുനേർ വരുമ്പോൾ കളിമൈതാനം യുദ്ധക്കളമാകുമെന്ന് ഉറപ്പ്. പോരാട്ടത്തിൻ്റെ ആ ചരിത്രം നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഫുട്ബോളിൽ ചുവപ്പ്, മഞ്ഞ കാർഡുകൾ ഉപയോഗിച്ച് റഫറി മത്സരം നിയന്ത്രിക്കുന്നത് ഇന്ന് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ കാർഡുകൾ ഫുട്ബോളിലേക്ക് അവതരിപ്പിച്ചതിന് പിന്നിൽ ചോര തിളക്കുന്നൊരു ചരിത്രമുണ്ട്. അതിന് കാരണവും ഈ ഇംഗ്ലണ്ട് അർജന്റീന പോരാട്ടമാണ്. വർഷം 1966. അന്നത്തെ ലോകകപ്പിലായിരുന്നു ഈ സംഭവം. ടെസ്റ്റ് ഓഫ് ദി സെഞ്ചുറി എന്നാണ് ഫുട്ബോൾ ചരിത്രത്തിൽ ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മത്സരത്തിൽ ജിയോ ഫർസ്റ്റിൻ്റെ ഗോളിൽ ഇംഗ്ലണ്ട് 1-0 ജയിച്ചു. എന്നാൽ കളിയിലുടനീളം നാടകീയ രംഗങ്ങളായിരുന്നു. അന്ന് അർജന്റീനയുടെ ക്യാപ്റ്റനായിരുന്ന അന്റോണിയോ റാറ്റിൻ 2ാം തവണ ഫൗൾ ചെയ്തതോടെ ജർമ്മൻ റഫറി റൂഡോൾഫ് ക്രീറ്റ്ലിൻ അദ്ദേഹത്തോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ റഫറി പറഞ്ഞത് തനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞ് റാറ്റിൻ മൈതാനം വിടാൻ കൂട്ടാക്കിയില്ല. തർജ്ജമ ചെയ്ത് നൽകിയിട്ടും അദ്ദേഹം തീരുമാനം അംഗീകരിച്ചില്ല. റഫറി ഇംഗ്ലണ്ടിന് വേണ്ടി ഒത്തുകളിക്കുകയാണെന്ന് അർജന്റീനക്കാർ ആരോപിച്ചു. ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് റാറ്റിനെ മൈതാനത്ത് നിന്ന് മാറ്റിയത്. പ്രതിഷേധ സൂചകമായി അദ്ദേഹം എലിസബത്ത് രാജ്ഞിക്കായി തയ്യാറാക്കിയ ചുവന്ന പരവതാനിയിൽ പോയിരുന്നു. ഈ ഭാഷാ പ്രശ്നവും ആശയക്കുഴപ്പവും പരിഹരിക്കാനാണ് ഏത് രാജ്യക്കാർക്കും മനസ്സിലാകുന്ന തരത്തിൽ ചുവപ്പ്, മഞ്ഞ കാർഡുകൾ ഫുട്ബോളിൽ കൊണ്ടുവരാൻ ഫിഫ തീരുമാനിച്ചത്. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ അധ്യായം എഴുതപ്പെട്ടത് ഈ വൈരത്തിലാണ്. 1986 ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ. ഇംഗ്ലണ്ടിനെതിരെ മത്സരത്തിൻ്റെ 51ാം മിനിറ്റിൽ ഡീഗോ മറഡോണയുടെ ഒരു ഹെഡർ ഗോളിൽ അർജന്റീന മുന്നിലെത്തി. എന്നാൽ റീപ്ലേകളിൽ മറഡോണ തല കൊണ്ടല്ല, മറിച്ച് കൈകൊണ്ടാണ് പന്ത് വലയിലേക്ക് തട്ടിയിട്ടതെന്ന് വ്യക്തമായിരുന്നു. ഇന്നത്തെ പോലെ വാർ സാങ്കേതിക വിദ്യ ഇല്ലാത്തതിനാൽ റഫറിക്കത് കണ്ടെത്താനായില്ല. ലോകം അതിനെ ദൈവത്തിൻ്റെ കൈ എന്ന് വിളിച്ചു. 4 മിനിറ്റുകൾക്ക് ശേഷം ഫുട്ബോൾ ചരിത്രത്തിലെ നൂറ്റാണ്ടിൻ്റെ ഗോൾ നേടി മറഡോണ ഇംഗ്ലണ്ടിനെ തകർത്തുവെങ്കിലും ആ കൈപ്രയോഗത്തിൻ്റെ പേരിൽ ഇന്നും അർജന്റീനക്കാർ പഴി കേൾക്കുന്നുണ്ട്. 1998 ലോകകപ്പിൻ്റെ പ്രീ ക്വാർട്ടറിലും ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ വിവാദങ്ങൾക്ക് കുറവുണ്ടായില്ല. ഇംഗ്ലണ്ടിൻ്റെ സൂപ്പർ താരം ഡേവിഡ് ബെക്കാം ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയതാണ് ഈ മത്സരത്തെ ഓർമ്മിപ്പിക്കുന്നത്. അർജന്റീനയുടെ ഡീഗോ സിമിയോണി ബെക്കാമിനെ ഫൗൾ ചെയ്തപ്പോൾ പ്രകോപിതനായ ബെക്കാം സിമിയോണിയെ വീഴ്ത്തി. റഫറി ഉടനടി ചുവപ്പ് കാർഡ് നീട്ടി. ആ മത്സരത്തിൻ്റെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഇംഗ്ലണ്ട് തോറ്റു പുറത്തായതോടെ ബെക്കാം രാജ്യത്തിന് മുന്നിൽ വില്ലനായി മാറുകയായിരുന്നു. എന്നാൽ 2022 ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ വീണ്ടും ഏറ്റുമുട്ടിയപ്പോൾ പെനാൽറ്റിയിലൂടെ ഗോൾ നേടി ബെക്കാം അർജന്റീനയെ തോൽപ്പിച്ചു. ഇംഗ്ലണ്ട് പ്രതികാരം വീട്ടുകയും ചെയ്തു. ഈ കളിയിലെ വൈരത്തിന് പിന്നിൽ കേവലം ഫുട്ബോൾ മാത്രമല്ല, ചോറ് ചെന്തിയ രാഷ്ട്രീയ ചരിത്രവുമുണ്ട്. അർജന്റീനൻ തീരത്തു നിന്നും 500 കിലോമീറ്റർ അകലെ ഫോക്ലാൻഡ് എന്നൊരു ദ്വീപുണ്ട്. ഈ ദ്വീപുകളുടെ നിയന്ത്രണത്തെ ചൊല്ലി 1982 ഇരു രാജ്യങ്ങളും തമ്മിൽ 74 ദിവസം നീണ്ടുന്ന കടുത്ത യുദ്ധം നടന്നിരുന്നു. ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു ഈ പ്രദേശം. എന്നാൽ ഇത് തങ്ങളുടേതാണെന്ന് വാദിച്ച് അർജന്റീന സൈന്യം അവിടെ അധിനിവേശം നടത്തുകയായിരുന്നു. ഈ യുദ്ധത്തിനൊടുവിൽ അർജന്റീനയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു. 649 അർജന്റീന സൈനികരാണ് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ഈ മുറിവ് ഇന്നും അർജന്റീനയുടെ മനസ്സിൽ ഉണങ്ങാതെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഓരോ മത്സരവും അവർക്ക് ആ രക്തസാക്ഷികൾക്കുള്ള സമർപ്പണമാണ്. 2002 ശേഷം നീണ്ട 24 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോകകപ്പിൻ്റെ വൻ വേദിയിൽ ഇംഗ്ലണ്ടും അർജന്റീനയും വീണ്ടും മുഖാമുഖം വരുന്നത്. ചരിത്രത്തിൽ ഇരു ടീമുകളും 5 തവണ ലോകകപ്പിൽ ഏറ്റുമുട്ടിയപ്പോൾ 3 തവണ ഇംഗ്ലണ്ടും 2 തവണ അർജന്റീനയും ജയിച്ചു. എന്നാൽ ചരിത്രത്തിനോ കണക്കുകൾക്കോ ഈ 2026 യാതൊരു പ്രസക്തിയുമില്ല. ഇത് 24 വർഷത്തെ കനൽ എരിഞ്ഞു തീരുന്ന മഹാരണഭൂമിയാണ്. ഒരു വശത്ത് നഷ്ടപ്പെട്ട സിംഹാസനവും ഫോക്ലാൻഡിലെ രക്തസാക്ഷികളുടെ ഓർമ്മകളും നെഞ്ചിലേറ്റി പ്രതികാരത്തിൻ്റെ തീക്കനലുമായി അർജന്റീനൻ പടയൊരുങ്ങുമ്പോൾ മറുവശത്ത് സാമ്രാജ്യത്വ ഗർവോടെ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യമില്ലാതെ ഇംഗ്ലീഷ് പടയാളികളും അണിനിരക്കുകയാണ്. മൈതാനത്ത് ബൂട്ടണിയുന്നത് വെറും 11 കളിക്കാരല്ല, മറിച്ച് 2 രാജ്യങ്ങളുടെ ആത്മാഭിമാനമാണ്. കോടിക്കണക്കിന് ആരാധകരുടെ ചോർത്തിളക്കുന്ന വികാരമാണ്. ചരിത്രത്തിലെ ചതികൾക്കും തോൽവികൾക്കും കളിമുറ്റത്ത് അർജന്റീന കണക്ക് ചോദിക്കുമോ, അതോ തങ്ങളുടെ ആധിപത്യം ഇംഗ്ലണ്ട് ഒരിക്കൽ കൂടി ഉറപ്പിക്കുമോ? മെസ്സിയും സംഘവും ഹാരി കെയ്ൻ്റെ പടയാളികൾ നേർക്കുനേർ പോരാടുമ്പോൾ കാത്തിരിക്കാം ആരാകും അവസാന അംഗത്തിന് യോഗ്യത നേടുന്നതെന്നറിയാൻ.